എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കീം 2026 എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് മുതൽ ജൂലൈ 6-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ce.kerala.gov.in/keen2026/ എന്നുള്ള പേജിലൂടെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അതുപോലെ ആക്സസ് കോഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കുറച്ച് നമ്പേഴ്സ് കാണാം. നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും നമ്പർ ആയിരിക്കും കാണാം. അപ്പോൾ ആ ഒരു നമ്പർ എന്താണോ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നതും അവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫോർ ENGG എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാവുന്നതും ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസായിട്ട് 2000 രൂപ അടക്കാനായിട്ട് പറയും. അപ്പോൾ ആ ഒരു പൈസ നിങ്ങൾക്ക് അടച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പിന്നീട് ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിലേക്ക് പോകാവുന്നതും വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ള കോളേജ് കോഴ്സുകൾ ഓപ്ഷനായിട്ട് നൽകാവുന്നതുമാണ്. അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നമുക്ക് നോക്കാം. നോട്ടിഫിക്കേഷൻസിലാണ് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ ലഭിക്കുക. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ് ടു എഞ്ചിനീയറിംഗ് കോഴ്സസ് ഓപ്ഷൻ ഇൻവൈറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ അവിടെയുള്ള ആ ഒരു വിജ്ഞാപനം ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾ പ്രകാരം പറഞ്ഞിട്ടുള്ളത് കീം 2026 എഞ്ചിനീയറിംഗ് കോഴ്സിലേക്കുള്ള കേന്ദ്രീകൃത അലോട്ട്മെൻറ്റ് ഓൺലൈൻ ഓപ്ഷനുകൾ ക്ഷണിച്ചു. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് കോഴ്സിലേക്കുള്ള 2026-27 അധ്യയന വർഷത്തെ കേന്ദ്രീകൃത അലോട്ട്മെൻറ്റ് നടപടികൾ ആരംഭിച്ചു. ഈ ഒരു ഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് വിവിധ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് ഓൺലൈൻ ഓപ്ഷൻ സമർപ്പിക്കാം. ഫാർമസിയിലേക്ക് ഇതിന് ശേഷമാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ വരിക എന്ന് നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് വിവിധ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് ഓൺലൈൻ ഓപ്ഷനുകൾ സമർപ്പിക്കാവുന്നതാണ്. സർക്കാർ എയ്ഡഡ് സ്വയംഭരണ അതുപോലെ തന്നെ എയ്ഡഡ് സർക്കാർ കോഴ്സ് ഷെയറിംഗ് സ്വകാര്യ സ്വാശ്രയ സ്വയംഭരണ എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കാണ് ഈ ഒരു ഘട്ടത്തിൽ ഓപ്ഷനുകൾ ക്ഷണിക്കുന്നത്. അതുപോലെ തന്നെ 2026 എഞ്ചിനീയറിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് യോഗ്യത നേടിയ വിദ്യാർത്ഥികൾക്ക് 6/7/2026 വൈകുന്നേരം 4 മണി വരെ www.cee.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിലൂടെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികളെ അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതല്ല. ഒന്നാം അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ താഴെ ചേർക്കുന്നു. അതായത് ജൂലൈ 2-ാം തീയതിയാണ് ഓൺലൈൻ ഓപ്ഷൻ രജിസ്ട്രേഷനുള്ള വെബ്സൈറ്റ് സൗകര്യം സജ്ജമാക്കുന്നത്. അതുപോലെ തന്നെ 6/7/2026 വൈകുന്നേരം 4 മണി വരെയാണ് ഓൺലൈൻ ഓപ്ഷൻ രജിസ്ട്രേഷൻ സൗകര്യം അവസാനിക്കുന്നത്. 5-ാം തീയതിയാണ് ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നത്. 7-ാം തീയതിയാണ് താൽക്കാലിക അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരണം. 8-ാം തീയതിയാണ് അതായത് ജൂലൈ 8-ാം തീയതിയാണ് ആദ്യഘട്ട അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത്. 9 തീയതി മുതൽ 12-ാം തീയതി വൈകുന്നേരം 4 മണി വരെയാണ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോയിൽ രേഖപ്പെടുത്തിയുള്ള പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് അടയ്ക്കേണ്ടതുമായിട്ടുള്ള തുക ഓൺലൈൻ പേയ്മെൻറ്റായി അടയ്ക്കേണ്ടതും നിശ്ചിത സമയത്തിനകം ഫീസ് അടക്കാത്ത വിദ്യാർത്ഥികളുടെ അലോട്ട്മെൻറ്റ് ബന്ധപ്പെട്ട സ്ട്രീമിലേത് നിലവിലുള്ള ഹയർ ഓപ്ഷനുകളും റദ്ദാക്കുന്നതുമാണ്. റദ്ദാക്കപ്പെടുന്ന ഓപ്ഷനുകൾ അടുത്ത ഘട്ടത്തിൽ ലഭ്യമാവുന്നതല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ ഫീസ് ഉണ്ട്. അപ്പോൾ ആ 2000 രൂപ നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസായിട്ട് അടച്ചു. എന്നിട്ട് നിങ്ങൾ ഇരു ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന സമയത്ത് അതായത് ആദ്യം ട്രയൽ അലോട്ട്മെൻറ്റ് വരും. അതിനുശേഷം പിന്നീട് താൽക്കാലിക അലോട്ട്മെൻറ്റ് വരും. ട്രയൽ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് മുന്നോടിയായിട്ടുള്ള താൽക്കാലിക അലോട്ട്മെൻറ്റ് വരും. പിന്നീട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരും. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രവേശന പരീക്ഷ കമ്മീഷണർക്ക് അടക്കേണ്ട ഒരു ഫീസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഫീസ് നിങ്ങൾ അടക്കണം. അപ്പോൾ ആ ഒരു ഫീസ് അടച്ചുകൊണ്ട് നിങ്ങളുടെ ആ ഒരു സീറ്റ് നിങ്ങൾ അവിടെ കൺഫേം ചെയ്യണം. ഇനി ഇങ്ങനെ ഫീസ് അടക്കാതെ വിദ്യാർത്ഥികളാണ് അങ്ങനെ ഫീസ് അടക്കാൻ പറ്റാത്ത വിദ്യാർത്ഥികൾക്ക് ലഭിച്ച സീറ്റ് നഷ്ടപ്പെടും. അതുപോലെ നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ ബാക്കിയുള്ള എല്ലാവിധ ഓപ്ഷൻസും അതായത് ഹയർ ഓപ്ഷനുകളായിട്ട് ബാക്കി ഏതൊക്കെ ഓപ്ഷൻസ് ഉണ്ടോ അതൊക്കെ റിമൂവ് ആയി പോകുന്നതുമായിരിക്കും. പിന്നീട് പുതിയ ഏതെങ്കിലും കോളേജുകൾ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും അത് പുതുതായിട്ട് ആഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ തന്നെ അതിനുശേഷം തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളുടെ സമയക്രമം അതുപോലെ സമയാസമയങ്ങളിലുള്ള വിജ്ഞാപനത്തിലൂടെ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തുന്നതാണ്. കീം 2026 അനക്സ്റ്റർ 1 അല്ല അനക്സ്റ്റർ 2-ലെ 1A പറഞ്ഞിരിക്കുന്ന പ്രൊഫഷണൽ കോളേജിലെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കായിരിക്കും ഒന്നാം ഘട്ടത്തിൽ പ്രവേശന പരീക്ഷാ കമ്മീഷണർ അലോട്ട്മെൻറ്റ് നടത്തുക. അതായത് ഇവിടെയാണ് ഇതൊക്കെ ഈ ഒരു കോളേജാണ് ഗവൺമെൻറ് എയ്ഡഡ് ഓട്ടോണമസ് എഞ്ചിനീയറിംഗ് കോളേജസ്, എഞ്ചിനീയറിംഗ് കോളേജ് അണ്ടർ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, എഞ്ചിനീയറിംഗ് കോളേജ് അണ്ടർ കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോളേജ് അണ്ടർ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ്, ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജ് ഓർ സെൽഫ് ഫിനാൻസിംഗ് എഞ്ചിനീയറിംഗ് കോളേജ് കൺട്രോൾഡ് ബൈ ദ
കൺട്രോൾഡ് ബൈ ദ യൂണിവേഴ്സിറ്റി. അതുപോലെ തന്നെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജസ് അണ്ടർ കേരള സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ, സെൽഫ് ഫിനാൻസിങ് ഓട്ടോണമസ് എഞ്ചിനീയറിംഗ് കോളേജസ് എന്നിവയിലേക്കാണ്. അതുപോലെ നിർദ്ദേശാനുസൃത സംവരണം, അതായത് അഖിലേന്ത്യാ കോട്ട, ഇന്ത്യ ഗവൺമെൻറ് നോമിനികൾ, പ്രത്യേക സംവരണം, ഭിന്നശേഷി വിഭാഗത്തിലുള്ളവർ, മാനേജ്മെൻറ്റ് കോട്ട എന്നിവയിൽ ഏതെങ്കിലും വിഭാഗത്തിൽ സൂപ്പർ ന്യൂമറിയായി അനുവദിച്ചുള്ള സീറ്റുകൾ ഒഴികെ സർക്കാർ എയ്ഡഡ് കേരള കാർഷിക സർവകലാശാല, കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാല, അതുപോലെ കേരള ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് സർവകലാശാല എന്നിവയുടെ കീഴിൽ വരുന്ന കോളേജിലെ ഓരോ കോഴ്സിനും അവശേഷിക്കുന്ന സർക്കാർ സീറ്റുകൾ കാലാകാലങ്ങളിൽ ഭേദഗതി ചെയ്യപ്പെട്ടുള്ള ഗവൺമെൻറ് ഓർഡറുകൾ പ്രകാരം തത്വങ്ങൾക്കനുസരിച്ച് വിതരണം ചെയ്യുന്നതാണ്. നിർദ്ദേശാനുസൃത സംവരണം ഇപ്രകാരമാണ്. അതുപോലെ സ്റ്റേറ്റ് മെറിറ്റ് സീറ്റ് എന്ന് പറയുമ്പോൾ ഒരു കോളേജിൽ 100 സീറ്റ് ഉണ്ടെങ്കിൽ, അതായത് ഒരു കോഴ്സിന് 100 സീറ്റ് ഉണ്ടെങ്കിൽ 50% സീറ്റ്, അതായത് 100% സീറ്റ് ഉണ്ടെങ്കിൽ 50% സ്റ്റേറ്റ് മെറിറ്റ് SM റാങ്ക് ലിസ്റ്റ് വഴിയും, ബാക്കി 50% EWS വിഭാഗക്കാർക്ക് 10% സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട്. SCBC വിഭാഗത്തിന് 30% സീറ്റാണ്. SCBCയിൽ തന്നെ കുറേ വിഭാഗമുണ്ട്, അതിന് എത്രത്തോളം സീറ്റ് ഇതേപോലെ റിസർവ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ SC/ST വിഭാഗം വിദ്യാർത്ഥികൾക്ക് ടോട്ടൽ 10% സീറ്റാണ്. അതിൽ SCക്ക് 8% സീറ്റും STക്ക് 2% സീറ്റാണുള്ളത്. ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസ്. എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് ഈ ഒരു ഘട്ടത്തിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ 2000 രൂപ മാത്രം പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസായിട്ട് അടക്കേണ്ടതാണ്. വിദ്യാർത്ഥിക്ക് അലോട്ട്മെന്റ് ലഭിച്ച് പ്രവേശനം നേടുന്ന കോഴ്സിൻ്റെ ട്യൂഷൻ ഫീസിൽ ഈ ഒരു തുക വകയിരുത്തുന്നതായിരിക്കും. SSC, ST, OECക്ക് തുല്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾക്ക് അർഹരായിട്ടുള്ള സമുദായത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ എന്നിവർക്ക് ഗവൺമെൻറ് ഉത്തരവ് പ്രകാരം ഫീസ് ആനുകൂല്യത്തിന് അർഹരായിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ശ്രീചിത്ര ഹോം, ജുവനൽ ഹോം, നിർഭയ ഹോം എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കുന്നതിനും അപേക്ഷകർക്കും ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസായിട്ട് 500 രൂപ മാത്രം പ്രവേശന പരീക്ഷ കമ്മീഷണർക്ക് അടക്കേണ്ടതാണ്. ഇവർക്ക് പ്രവേശനം ലഭിക്കുന്ന കോഴ്സിൻ്റെ കോഷൻ ഡെപ്പോസിറ്റിൽ പ്രസ്തുത തുക കുറവ് ചെയ്യുന്നതായിരിക്കും. ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസ് ഓൺലൈൻ ആയിട്ട് അടക്കണം. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസ് തിരിച്ചു നൽകും. അത് എല്ലാ അലോട്ട്മെൻറ്റിന് ശേഷമായിരിക്കും. അതുപോലെ റീഫണ്ടിന് അർഹതയുള്ള വിദ്യാർത്ഥികൾക്ക് തുക തിരികെ നൽകുന്നതിനായിട്ട് നിങ്ങൾ കൃത്യമായ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ വെബ്സൈറ്റ് വഴി നൽകേണ്ടതാണ്. അത് നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ തന്നെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് കൊടുക്കാം. ഇനി കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. കോഓപ്പറേറ്റീവ് അക്കാദമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ക്യാപ്പിന് കീഴിലുള്ള സർക്കാർ കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജിലെ 90% മെറിറ്റ് സീറ്റുകളിലും 5% മാനേജ്മെൻറ്റ് സീറ്റുകളും കോഓപ്പറേറ്റീവ് വകുപ്പിലെ ജീവനക്കാരുടെ മക്കൾക്ക് പ്രവേശന പരീക്ഷാ കമ്മീഷണർ അലോട്ട്മെൻറ്റ് നടത്തുന്നതാണ്. സെൻറ്റർ ഫോർ പ്രൊഫഷണൽ ആൻഡ് അഡ്വാൻസ് സ്റ്റഡീസിന് കീഴിലുള്ള യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഇടുക്കിയിലെ 95% സീറ്റുകൾ സർക്കാർ സീറ്റുകളായി പ്രവേശന പരീക്ഷാ കമ്മീഷണർ അലോട്ട്മെൻറ്റ് നടത്തുന്നതാണ്. കോഴിക്കോട് സർവകലാശാലയുടെ കീഴിലുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ 95% സീറ്റുകളും സർക്കാർ സീറ്റുകളായി പ്രവേശന പരീക്ഷാ കമ്മീഷണർ അലോട്ട്മെൻറ്റ് നടത്തുന്നതാണ്. തിരുവനന്തപുരം പാപ്പനംകോട് ശ്രീ ചിത്ര തിരുനാൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ 50% മെറിറ്റ് സീറ്റുകളും 35% സീറ്റുകളിൽ പ്രവേശന പരീക്ഷ കമ്മീഷണർ അലോട്ട്മെൻറ്റ് നടത്തുന്നതാണ്. ഇങ്ങനെ കുറേ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടലായിട്ട് അതിനുശേഷം അതുപോലെ തന്നെ കുറേ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് അനുയോജ്യതയ്ക്ക് സ്യൂട്ടബിലിറ്റിക്ക് അനുസരിച്ചിട്ടായിരിക്കും ഭിന്നശേഷി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികളുടെ അലോട്ട്മെൻറ്റ് നടത്തുന്നത്. ഭിന്നശേഷി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് പിന്നീട് പ്രസിദ്ധീകരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫീസ് ഘടന ഇതിൽ കൊടുത്തിട്ടുണ്ട്. 8650 രൂപയാണ് ഗവൺമെൻറ് കോളേജിൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് കേരള യൂണിവേഴ്സിറ്റിക്കുള്ള എഞ്ചിനീയറിംഗ് കോളേജിൽ മെറിറ്റ് ലോവർ ഫീസ് സീറ്റ് 36,250 രൂപയും മെറിറ്റ് ഫുൾ ഫീസ് സീറ്റാണെങ്കിൽ 68,250 രൂപയാണ് വരുന്നത്. അതുപോലെ തന്നെ വേറെ മെക്കാനിക്കൽ അതുപോലുള്ള SCT കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ 46,920 രൂപയാണ് ആദ്യത്തെ വിഭാഗത്തിൽ ഫീസ് വരുന്നത്. പിന്നീട് 85,140 രൂപയാണ് ഫുൾ ഫീസ് ആ ഒരു സ്ട്രക്ചറിൽ വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഓരോ കോളേജിലും അത്രത്തോളം ഫീസാണ് കൊടുത്തിട്ടുണ്ട്. ഗവൺമെൻറ് കോളേജിലാണ് ഏറ്റവും കുറവുള്ളത്. ബാക്കി എല്ലായിടത്തും ഫീസ് നല്ല ഫീസ് തന്നെ, ഏകദേശം ഒരു 82,000 രൂപയ്ക്ക് താഴെയൊക്കെ ആയിട്ട് ഫീസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ പ്രവേശനം നേടുമെന്ന് ഉറപ്പുള്ള കോളേജിലേക്കും കോഴ്സിലേക്കും മാത്രം ഓപ്ഷനുകൾ നൽകാൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം. വിവിധ കാരണങ്ങളാൽ ഫലം തടഞ്ഞു വെച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഘട്ടത്തിൽ ഓൺലൈനായിട്ട് ഓപ്ഷൻ സമർപ്പിക്കാവുന്നതാണ്. എന്നാൽ വിദ്യാർത്ഥികൾ 6/7/2026 രാവിലെ 11 മണിക്ക് മുമ്പായിട്ട് ന്യൂനതകൾ പരിഹരിക്കാത്ത പക്ഷം അവരുടെ ഓപ്ഷനുകൾ അലോട്ട്മെൻറ്റിൽ പരിഗണിക്കില്ല. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഈ ഒരു വിത്ത്ഹെൽഡ് കാണിക്കുന്നവർ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഒരു ജൂലൈ 6-ാം തീയതി രാവിലെ 11 മണിക്ക് മുമ്പായിട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഓപ്ഷനൊക്കെ നൽകാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഏതൊക്കെ കോളേജ് കോഴ്സുകളൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.